ഹലോ, ഇന്ന് കുറേ വെട്ടേഷങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മളെ മാക്സിയുടെയൊക്കെ ബാക്കി വരുന്ന പീസൊക്കെ ഇതുപോലെ 4 ഇഞ്ച് വീതിയിലും നീളത്തിലും മുറിച്ചെടുത്തത് സ്ക്വയറാക്കി മടക്കി ഞാൻ മടക്കുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ മണ്ടയിൽ ഓരോന്ന് വെച്ച് നീളത്തിലൊരു മാല പോലെ നമുക്ക് അങ്ങോട്ട് കോർത്തെടുത്ത് അടിച്ചെടുത്ത് അതുപോലെ ഒരു 8-9 പീസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് തയ്ക്കാനായിട്ടൊരു സ്ക്വയർ പീസ് പഴയ നൈറ്റി ആയാലോ പഴയ മുണ്ടോ ഏതായാലും നിങ്ങൾ മടക്കി അനുയോജ്യമായിട്ടുള്ളൊരു സ്ക്വയർ പീസ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഭാഗം മേലിൽ നിന്ന് താഴേക്ക് വരുന്ന സ്ലിറ്റ് ഭാഗത്തിൻ്റെ ഒരു സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മാല പോലത്തെ പീസുകൾ ഇതിൽ നേരെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് 2 സൈഡും വേണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ജോയിൻ്റ് ആക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എളുപ്പപ്പണിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണേ. അപ്പോൾ അതേ ഒരെണ്ണം അങ്ങനെ താഴെ വരെ അടിച്ചു കഴിഞ്ഞാൽ അടുത്തെടുത്ത് നല്ല വശവും ചേർത്ത് ഇതെങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ വെച്ച് അടിച്ചതിൻ്റെ പീസ് ആദ്യം ഒന്ന് ആ തുണി കൂടെ വെച്ച് അടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതേ മേലത്തെ പീസ് വെച്ച് ഒരൊറ്റ സ്റ്റിച്ചിൽ നിങ്ങൾക്ക് അടിക്കുക. അതേ ഇങ്ങനെ അടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ ഇതേ രൂപത്തിലാവും. അപ്പോൾ നമ്മൾ 9 പീസ് ഞാനിതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഇതേപോലെ കറക്റ്റായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോർഡറും കൂടെ നമ്മളെ അടിപൊളി ഡോർമാറ്റോടെ റെഡി ആയിട്ടോ. നമുക്ക് ബോർഡർ വെക്കാനായിട്ട് ഒരു 1.5 പീസിലൊരു കോട്ടൻ്റെ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല പോലെ ഇങ്ങോട്ട് പുറം മറിച്ചിട്ട് അതിൻ്റെ ചീത്ത വശത്തുനിന്ന് നല്ല ഭാഗത്തേക്കാണ് നമ്മൾ അടിച്ച് മറിക്കുന്നത്. അപ്പോൾ അതേ ചീത്ത വശത്ത് വെച്ച് നമുക്ക് ഒരു 1/2 ഇഞ്ച് മുന്നോട്ട് നീക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്താൽ നമുക്ക് ബോർഡർ അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ബോർഡർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ പിന്നിപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ബോർഡർ ഇല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ ഇവിടെ 4 ഭാഗം അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ല വശത്തേക്ക് മറിച്ചൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ 4 സൈഡ് ഞാൻ വൃത്തിക്ക് തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ചൊക്കെ വേണം കൊടുക്കാം കേട്ടോ, നിങ്ങളെ താല്പര്യം ഇഷ്ടം പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ച് മാത്രമേ എല്ലാവിടെയും കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒന്നും കൂടെ മടക്കി നമ്മൾ വക്കടിക്കുന്നത് പോലെ അങ്ങോട്ട് ഒരെണ്ണം മടക്കി രണ്ടാമൊന്നും മടക്കി അടിച്ച് ഈ ഒരു കോലത്തിൽ നമ്മൾ ഡോർമാറ്റ് റെഡി. ഡോർമാറ്റ് അല്ലടോ, ചവിട്ടി, നമ്മൾ നിലത്തിട്ട് ചവിട്ടുന്ന ചവിട്ടി. പക്ഷെ നമുക്ക് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭംഗിയിലൊക്കെ നമ്മൾ അടിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് 2 ദിവസമോ ചവിട്ടുമ്പോൾ ഒരു വേദന ഉണ്ടാവും. സാരമില്ല, എല്ലാവരും ട്രൈ ചെയ്ത്